നാടിന്റെ ഏറ്റവും വലിയ തൊഴിൽ സ്ഥാപനമായിരുന്ന മാഹിയിലെ ഏക പൊതുസ്ഥാപനമായ മാഹി പള്ളൂർ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് 5 വർഷം പിന്നിടുകയാണ്. അടച്ചുപൂട്ടാൻ കാരണമായി മാറിയത് കോവിഡ് എന്ന മഹാമാരിയായിരുന്നു. മില്ല് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിരവധി തൊഴിലാളികളുടെ ജീവിതവും സ്വപ്നവുമാണ് അണഞ്ഞുപോയത്. പതിറ്റാണ്ടുകളോളം മേഖലയിൽ ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത മിൽ ജീവനക്കാരായിരുന്നു. നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള മാഹി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മില്ലുകൾ അടച്ചുപൂട്ടിയത് മാർച്ച് 21-നാണ്. മില്ലടച്ചുപൂട്ടാൻ കോവിഡിനെയാണ് കാരണമായി കൂട്ടിയത്. മില്ലടച്ചപ്പോൾ 200 സ്ഥിരം ജീവനക്കാരും 250 താൽക്കാലിക ജീവനക്കാരും ജോലി ചെയ്തിരുന്നു. സ്ഥിരം തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 50% ശമ്പളവും ശമ്പള കുടിശ്ശികയും ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. മിക്കവരും ജോലി ഇല്ലാതായതോടെ ജീവിതം ദുരിതപൂർണമായി. മക്കളുടെ പഠനം, വിവാഹം, വീട് നിർമ്മാണം, നിത്യജീവിതമടക്കം താളം തെറ്റി. പലരും പല ജോലികൾ തേടി ആർക്കും ഒന്നും ഇല്ലാത്ത അവസ്ഥ. മില്ല് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരുമുണ്ട്. 2010 കോടികൾ ചിലവിട്ട് വാങ്ങിയ യന്ത്രങ്ങൾ തുരുമ്പെടുക്കുന്ന സ്ഥിതിയിലാണ്. പരിസരം മുഴുവൻ കാടുകയറി. ഒട്ടേറെ ഓഫീസ് ജീവനക്കാർക്കും 5 മാസമായി വേതനമില്ല. 15 ദിവസമായി അവരും സമരത്തിലാണ്. കഴിഞ്ഞ മാസം മാഹി സന്ദർശിച്ച ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥൻ സ്പിന്നിംഗ് മിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചിരുന്നു. സ്വകാര്യ സംരംഭകരിൽ കൂടി മില്ല് വീണ്ടും പ്രവർത്തിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രമേശ് പറമ്പത്ത് MLA വിഷയം കൊണ്ടുവന്നു. മിൽ തുറക്കാൻ സാധ്യമല്ലെങ്കിൽ മില്ലിന്റെ 6 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തി പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ മിൽ ഗേറ്റിനു മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചിരുന്നു. സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കുക, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കുക, NTC മില്ലുകൾക്ക് പ്രവർത്തന മൂലധനം അനുവദിക്കുക, പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ബോണസ് കുടിശ്ശികകൾ കൊടുത്തു തീർക്കുക, തൊഴിലാളികളുടെ PF ESI കുടിശ്ശിക കൃത്യമായി അടച്ചു തീർക്കുക, ബദൽ തൊഴിലാളികൾക്ക് സമാശ്വാസ വേതനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ഇന്ന് ഈ ദിവസത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ വ്യവസായ സ്ഥാപനം 5 വർഷമായി നിശ്ചലമായി. അതിനുശേഷം ഇന്നുവരെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. നമ്മുടെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് നമ്മുടെ സ്ഥലം MLAക്ക് വരെ 100 കണക്കിനുള്ള നിവേദനങ്ങൾ കൊടുത്തു. അതേപോലെ തന്നെ പല മന്ത്രിമാരെയും നേരിട്ട് കാണുകയിടയായി. എന്നിട്ട് പോലും ഈ ഒരു നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന് ഇതുവരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ ബാലൻസ് ഷീറ്റിൽ നഷ്ടം കൂടുതൽ കാണിക്കുകയും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് 5-10 വർഷക്കാലം നിരന്തരമായ നഷ്ടത്തിലാണ്. ആയതിനാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിലുള്ള NTC മില്ലുകളും അടച്ചുപൂട്ടി. മിസ്മാനേജ്മെന്റിന് ചെയ്തത് നമുക്കറിയാം. നമ്മുടെ മില്ലിൽ തന്നെ ഹ്യൂമിഡിഫിക്കേഷൻ പ്ലാന്റ്, അതേപോലെ തന്നെ ജനറേറ്റർ, ആവശ്യമില്ലാത്ത കുറേ മെഷീനുകൾ. മാഹി മില്ലിന് ഏകദേശം മിൽ പൂട്ടുന്നതിന് മുന്നേ ഒരു 5 വർഷത്തെ ഏവറേജ് കണക്ക് നമുക്ക് എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ജനറേറ്റർ കൊണ്ടുവന്ന് ഏകദേശം 3 മാസക്കാലം അത് മര്യാദയ്ക്ക് ഇതുവരെ ഓട്ടിയില്ല. ഏകദേശം 90 ലക്ഷം രൂപ 2018-20 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏകദേശം 90 ലക്ഷം രൂപ മുടക്കിയാണ് നമുക്കിവിടെ ജനറേറ്റർ കൊണ്ടുവന്നത്. മേഖലയെ സംബന്ധിച്ചിടത്തോളം മാഹിയിലുള്ള ഏക പൊതുമേഖലാ വ്യവസായമായ ഈ വ്യവസായം അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഇനി വരാൻ പോകുന്ന തലമുറയും ജോലി സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. നമ്മളെ യാദർശികമായി ഇരുട്ടിലേക്ക് വീണതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, ഈ മാഹി മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ താൽക്കാലിക ജീവനക്കാരായും അതുപോലെ തന്നെ സ്ഥിരം ജീവനക്കാരായും ഒരു പ്രതീക്ഷയോടുകൂടി വന്നിരുന്ന ഒരു സ്ഥാപനമാണ്
അടക്കാൻ വേണ്ടി പോകുന്നത്. അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ഈ നാടിനെ നയിക്കുന്നത്. ഏകദേശം ഒരു 10-60 വയസ്സുള്ള 60-65 വയസ്സുള്ള ആൾക്കെല്ലാം അറിയാം ഇവിടെയുള്ളത്. എത്രയോ കാലങ്ങളായി ഈ മില്ലിന്റെ സൈറൻ കേട്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന ആൾക്കാർ ഇന്നതില്ല. ഒരു ഭാർഗവി നിലയം പോലെ, നമ്മളൊക്കെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒരു ഭാർഗവി നിലയം പോലെയാണ് ഈ മില്ല് കിടക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ INTUC സെക്രട്ടറി വി വത്സരാജ്, BMS വൈസ് പ്രസിഡന്റ് രാജീവൻ മമ്പള്ളി, CITU സെക്രട്ടറി K സത്യജിത്ത് കുമാർ എന്നിവരാണ് നേതൃത്വം നൽകിയിരുന്നത്. മില്ല് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൊഴിലാളികൾ. മാഹി സ്പിന്നിംഗ് മിൽ പരിസരത്തു നിന്നും റിപ്പോർട്ടർ അഭിഷാനൂപ്, ACV ന്യൂസ്.